നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ആകാശത്ത് കണ്ണഞ്ചിപ്പിക്കുന്ന വിസ്മയ കാഴ്ച തീർത്ത ഡ്രോൺ ലൈറ്റ് ഷോ കണ്ടവർക്ക് ഏകസ്വരം. വ്യാഴം വെള്ളി ദിവസങ്ങളിൽ ബേപ്പൂർ ഫെസ്റ്റിലായിരുന്നു കേരളത്തിൽ ആദ്യമായി ഡ്രോൺ ഷോ അരങ്ങേറിയത്. ഡൽഹി IITയിൽ നിന്ന് പഠിച്ച 3 പേരടങ്ങിയ സ്റ്റാർട്ടപ്പ് തുടക്കമിട്ട ഡ്രോൺ ഷോ ഇപ്പോൾ ബോട്ട് ലാബ് ഡൈനാമിക്സ് എന്ന സ്ഥാപനമാണ് നയിക്കുന്നത്. വെൽക്കം ടു ബേപ്പൂർ, ഇന്ത്യയുടെ ഭൂപടം, ചലിക്കുന്ന മത്സ്യം, തുറക്കുന്ന പുസ്തകം, ഓളപ്പരപ്പിലെ ബോട്ട്, കേരള ടൂറിസം ലോഗോ, കഥകളി രൂപം, നൃത്തം തുടങ്ങിയവയാണ് ബേപ്പൂരിലെ രാത്രി ആകാശത്ത് വർണ്ണവെളിച്ചത്തിൽ വിരിഞ്ഞത്. 250 ഡ്രോണുകളാണ് ബേപ്പൂരിൽ ഉപയോഗിച്ചത്. 5 കിലോമീറ്റർ അകലെ നിന്ന് വരെ ഈ വിസ്മയ കാഴ്ച കാണാമായിരുന്നു. കരിമരുന്ന് പ്രയോഗവും മറ്റും പോലെ അന്തരീക്ഷ മലിനീകരണം ഉണ്ടാക്കുന്നില്ല എന്നതാണ് ഈ പ്രദർശനത്തിന്റെ പ്രത്യേകത. ഡ്രോണുകളുടെ അടിയിൽ ഘടിപ്പിച്ചിരിക്കുന്ന വിവിധ നിറങ്ങളുള്ള LED ലൈറ്റ് പാനലിലൂടെയാണ് ദൃശ്യവിസ്മയം ഒരുക്കുന്നത്. 2D 3D കാഴ്ചകളുടെ ആകാശ വെളിച്ചം ഒരുക്കാനും കഴിയും. 3D ദൃശ്യങ്ങൾക്ക് കൂടുതൽ എണ്ണം ഡ്രോണുകൾ ഉപയോഗിക്കും. ആദ്യം ആനിമേഷൻ ചെയ്ത ദൃശ്യങ്ങളുടെ വിശദാംശം തയ്യാറാക്കും. അതിനുശേഷം നിശ്ചിത കോഡിലേക്ക് ഇത് മാറ്റും. ആ കോഡ് ഡൗൺലോഡ് ചെയ്താണ് പ്രദർശന ഡ്രോണുകളിൽ ഉപയോഗിക്കുന്നത്. ഇതിന്റെ സോഫ്റ്റ്വെയറും ഹാർഡ്വെയറും സ്വയം വികസിപ്പിച്ചതാണ്. 14 യുവടെക്കുകളുടെ ടീമിലെ ചീഫ് ഡ്രോൺ ഓപ്പറേറ്റർ അമിതാഭ് ഗേയൽ പറഞ്ഞു. ഗ്രൗണ്ടിൽ നിരത്തുന്ന നിശ്ചിത ഫ്രീക്വൻസികളിലുള്ള ഡ്രോൺ പറത്താൻ മാസ്റ്റർ സ്വിച്ചിട്ട് ആരംഭിച്ചാൽ പിന്നെ മനുഷ്യ സഹായം ഒട്ടും ആവശ്യമില്ല. എമർജൻസി ലാൻഡിംഗ് ആവശ്യമായാൽ മാത്രമേ ഓപ്പറേറ്റർമാർ വേണ്ടിവരൂ. എവിടെ വരെ പോകണം, എത്ര ഉയരത്തിൽ എങ്ങനെ വിന്യസിക്കണം എന്നതെല്ലാം മുൻകൂട്ടി നിശ്ചയിച്ച് ഫീഡ് ചെയ്തിരിക്കുന്നതിനാൽ അപകട സാധ്യതയുമില്ല. രാജ്യത്തും പുറത്തുമായി 100-ലേറെ ഷോകൾ ഇതിനകം ഇവർ നടത്തിയിട്ടുണ്ട്. 5000 ഡ്രോൺ വരെ ഉപയോഗിച്ചുള്ള പ്രദർശനങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ 30,000 ഡ്രോണുകൾ ഉപയോഗിച്ച് രാഷ്ട്രപതി ഭവനിൽ പ്രദർശനം നടത്താൻ കഴിഞ്ഞതാണ് അഭിമാനാർഹമായ നേട്ടമെന്ന് ഡൽഹി സ്വദേശിയായ അമിതാഭ് ഗേയൽ പറഞ്ഞു.